ഞാൻ ഈ അഭിമാൻ ഉൽപ്പന്നം കഴിഞ്ഞ 2 വർഷമായി ഉപയോഗിച്ചു വരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ പൂർണ്ണമായും രാസവളങ്ങളും രാസമരുന്നുകളും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ചെടി ഇപ്പോൾ നട്ട് 20 ദിവസമായി. വിത്ത് മുളച്ച ഉടൻ തന്നെ ഒരു തവണ അഭിമാൻ മരുന്ന് നൽകി. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു. ഈ വേരുകൾ നോക്കൂ. വേരുകളുടെ വളർച്ച വളരെ മികച്ചതാണ്. വേരുകളുടെ ഘടന വളരെ നല്ലതാണ്. ഏകദേശം 4 ഇഞ്ച് അകലത്തിൽ നട്ടാൽ മുഴുവൻ വിളയും നല്ല സാന്ദ്രയോടെ വളരും. കായകൾക്ക് നല്ല ഗുണനിലവാരം ലഭിക്കും. ഒരു കായയ്ക്ക് 200 ഗ്രാം വരെ ഭാരം വരും. സാധാരണയായി 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ വലുപ്പം ലഭിക്കും. ഈ ചെടികൾ നോക്കിയാൽ നല്ല വളർച്ചയോടെയാണ് കാണുന്നത്. ഇവ മറ്റൊരു സ്ഥലത്തുനിന്ന് എടുത്ത് ഇവിടെ വീണ്ടും നട്ടതാണ്. അതിനാൽ യാതൊരു വ്യത്യാസവും കാണാൻ കഴിയില്ല. ഇവിടെ തന്നെ വിത്തിട്ട് വളർത്തിയ ചെടികളെപ്പോലെ തന്നെയാണ് കാണുന്നത്. ചെടികൾ വളരെ നന്നായി വളരുന്നു. എന്റെ പേര് പഴനിയാണ്ടി എന്നാണ്. ഞാൻ തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിൽ താമസിക്കുന്നു. മീകേരി പ്രദേശത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കൃഷി ചെയ്തു വരുന്നു. ആകെ 5 ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിൽ 1 ഏക്കറിൽ കാരറ്റ്, 1 ഏക്കറിൽ വെളുത്തുള്ളി, 2 ഏക്കറിൽ ബീറ്റ്റൂട്ട്, 1 ഏക്കറിൽ ഉരുളക്കിഴങ്ങ് എന്നിവയും മറ്റു പച്ചക്കറികളും കൃഷി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വയൽ ഏകദേശം 2 ഏക്കർ വിസ്തീർണമുള്ളതാണ്. ഇവിടെ ബീറ്റ്റൂട്ട് വിത്ത് വിതച്ചിട്ട് 20 ദിവസമായി. ഇപ്പോൾ നോക്കുമ്പോൾ വിത്തുകൾ അകലമായി മുളച്ചതുപോലെ തോന്നും. എന്നാൽ അത് അങ്ങനെയല്ല. ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം വയലിൽ വരികൾ തയ്യാറാക്കി വിത്ത് വിതയ്ക്കുകയാണ്. വിതച്ചതിന് ശേഷം കൂടുതൽ വളർന്നതും അടുത്തടുത്തായി വളർന്നതുമായ ചെടികളെ എടുത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും നടുന്നു. ഇതിലൂടെ എല്ലാ ചെടികളും ഒരേ രീതിയിൽ വളർച്ച നേടും. കായകൾ ഒരേ വലുപ്പത്തിലും ഗുണനിലവാരത്തിലും ലഭിക്കും. കാരണം ആദ്യം മുളച്ച ചെടികളിൽ നിന്നുള്ള കായകൾ ഏകദേശം 10 ദിവസം മുൻപ് ലഭിക്കും. പിന്നീട് മാറ്റി നട്ട ചെടികളിൽ നിന്നുള്ള കായകൾ 10 ദിവസത്തിന് ശേഷം ലഭിക്കും. ഇതാണ് വ്യത്യാസം. തൊഴിലാളികളുടെ കുറവുള്ളതിനാൽ ഞങ്ങൾ തടങ്ങൾ തയ്യാറാക്കി നടുന്ന രീതി പിന്തുടരുന്നില്ല. പകരം ഇങ്ങനെ വരികൾ തയ്യാറാക്കി വിത്ത് വിതയ്ക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് പഴയകാല കൃഷിരീതിയാണ്. മുമ്പ് വീടുകൾക്ക് സമീപം കൃഷി ചെയ്തിരുന്നപ്പോഴും ഇതേ രീതിയിൽ വരികൾ തയ്യാറാക്കി വിത്ത് വിതയ്ക്കുകയായിരുന്നു. ആ രീതിയാണ് ഞങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത്. ഈ രീതിയിൽ കൃഷി ചെയ്താൽ തൊഴിലാളികളുടെ ചെലവ് കുറയും. തൈകൾ വളർന്നതിന് ശേഷം 25 ദിവസങ്ങൾക്ക് ശേഷം അവ എടുത്ത് സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും നടാം. അതുകൊണ്ട് വയൽ മുഴുവൻ ചെടികളാൽ നിറയും. വളരെ അടുത്തടുത്തായി വളർന്നാൽ വിത്തുകളും ചെടികളും വേർതിരിക്കേണ്ടി വരും. എന്നാൽ ഈ രീതിയിൽ അത് ആവശ്യമില്ല. ഈ തൈകൾ പറിച്ചെടുത്ത് വീണ്ടും നട്ടതിന് ശേഷം 40 മുതൽ 50 ദിവസത്തിനുള്ളിൽ കായകൾ തയ്യാറാകും. നീലഗിരിയിൽ ബീറ്റ്റൂട്ട് വിളവെടുക്കാൻ സാധാരണയായി 80 മുതൽ 90 ദിവസം വരെ എടുക്കും. 90 ദിവസത്തിനുള്ളിൽ മുഴുവൻ വയലിലെയും പച്ചക്കറികളുടെ വിളവെടുപ്പ് പൂർത്തിയാക്കും. ഞാൻ ഈ അഭിമാൻ മരുന്ന് 2 വർഷമായി ഉപയോഗിച്ചു വരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ മുഴുവനായും രാസമരുന്നുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഫേസ്ബുക്ക് വഴി APKS ഓർഗാനിക്സ് കമ്പനിയെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഇത് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി. ലഭിച്ച ഫലം വളരെ മികച്ചതായിരുന്നു. അതിനാൽ കഴിഞ്ഞ 2 വർഷമായി കാരറ്റ്, വെളുത്തുള്ളി, ബീറ്റ്റൂട്ട് തുടങ്ങിയ വിളകൾക്ക് അഭിമാൻ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ വേരുകൾ നല്ല രീതിയിൽ വളരുന്നു. ചെടികളുടെ വളർച്ചയും മികച്ചതാണ്. അതിനാലാണ് കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി അഭിമാൻ ഉപയോഗിക്കുന്നത്. ആദ്യമായി ഈ മരുന്ന് വാങ്ങിയപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 50 സെന്റ് സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചു. അപ്പോൾ ലഭിച്ച ഫലം വളരെ തൃപ്തികരമായിരുന്നു. ചെടികളുടെ വളർച്ച നല്ലതായിരുന്നു. ഒരു ടാങ്ക് വെള്ളത്തിന് 250 മില്ലി അഭിമാൻ കലക്കി ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വളരെ മികച്ചതാണ്. ചെടികളുടെ വളർച്ചയും വിളവും നല്ലതാണ്. കാരറ്റ്, വെളുത്തുള്ളി തുടങ്ങിയ വിളകളിൽ വേരുകൾ ആരോഗ്യകരമായും വൃത്തിയായും വളരുന്നു. ഈ വയലിൽ കൃഷി ചെയ്ത് ഇപ്പോൾ 20 ദിവസമായി. വിത്ത് മുളച്ച ഉടൻ തന്നെ ഒരു തവണ അഭിമാൻ ഉപയോഗിച്ചു. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു. ഈ വേരുകൾ നോക്കൂ. എല്ലാ വേരുകളും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ചെടിയും ആരോഗ്യകരമാണ്. ഈ ചെറിയ ചെടികൾ നോക്കൂ. ഇവയുടെ വേരുകളും വളരെ നല്ലതാണ്. ഇവ എടുത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും നടും. നടിയിൽ കഴിഞ്ഞ് 2-3 ദിവസത്തിനു ശേഷം ഒരു തവണ അഭിമാൻ നൽകിയാൽ മതി. ചെടികൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. ഈ വയലിൽ വിത്ത് വിതച്ചിട്ട് ഇപ്പോൾ 20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് 40 ദിവസം മുൻപ് നടിയിൽ നടത്തി. അതും നോക്കൂ. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാകും. 4 ഇഞ്ച് അകലത്തിൽ നട്ടാൽ വയൽ കൂടുതൽ സാന്ദ്രമായി കാണും. കായകൾക്കും നല്ല ഗുണനിലവാരം ലഭിക്കും. ഓരോ കായക്കും ഏകദേശം 200 ഗ്രാം വരെ ഭാരം വരും. ഇപ്പോൾ നോക്കൂ. ഇത് 40 ദിവസം പ്രായമുള്ള വിളയാണ്. മുമ്പ് പറഞ്ഞത് 20 ദിവസം പ്രായമുള്ള വിളയായിരുന്നു. 1 മാസം മുൻപ് ശക്തമായ മഴ പെയ്തതിനാൽ നടിയിൽ ചെയ്ത പല തൈകളും നശിച്ചു. അവയിൽ ശേഷിച്ച നല്ല തൈകളെടുത്ത് മറ്റൊരു സ്ഥലത്ത് വീണ്ടും നട്ടു. ഈ മാറ്റി നട്ട ചെടികൾക്ക് 2 തവണ അഭിമാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ചെടികൾ വളരെ നന്നായി വളർന്നിട്ടുണ്ട്. ഇനി 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ഇത് വിളവെടുക്കും. ഇവയെല്ലാം നശിച്ച വയലിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ മാറ്റി നട്ട തൈകളാണ്. ഇവയ്ക്ക് 2 തവണ അഭിമാൻ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ നല്ല വളർച്ച ലഭിക്കാൻ ഇനി 1 തവണ കൂടി ഓബക്സ് ഉപയോഗിക്കണം. ഈ ചെടികൾ നോക്കൂ. എല്ലാം വളരെ നന്നായി വളർന്നിട്ടുണ്ട്. ഇവ മറ്റൊരു സ്ഥലത്തു നിന്ന് എടുത്ത് ഇവിടെ വീണ്ടും നട്ടവയാണ്.
എന്നിട്ടും ഇവിടെ തന്നെ വിത്തിട്ട് വളർത്തിയ ചെടികളെപ്പോലെ യാതൊരു വ്യത്യാസവുമില്ലാതെ മികച്ച രീതിയിൽ വളർന്നിട്ടുണ്ട്. APKS ഓർഗാനിക്സ് കമ്പനിക്ക് നന്ദി.